ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ പശുക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ വൈകുന്നേരം സന്ധ്യ സമയമായി. അപ്പോൾ പശുക്കളൊക്കെ കയറി അവർക്ക് തീറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ബാക്കിൽ എല്ലാവരും കൂടി വന്ന് നിൽക്കുന്ന സമയം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ അതിഥിയുടെ ഗോഷ്ഠികളൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മോളോട് പറയാറുണ്ട് പൂച്ചേനെ തൊടരുതെന്നൊക്കെ. പൂച്ചേനെ തൊടില്ല എന്നൊക്കെ പറയും. പക്ഷേ ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ കുട്ടി മറന്നുപോയി. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ തുടർന്ന വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇനി പൂച്ചേനെ തൊട്ട് കടിക്കാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ മറന്നു പോവും. ഈ പൂച്ചേനെയൊക്കെ പിടിച്ചിട്ട് അകത്തോട്ടൊക്കെ കയറി വന്ന് അവൾ അറിയാതെ ഒക്കെ വായിലൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്ര ശുശ്രൂഷിച്ച് വളർത്തുന്ന പൂച്ചയല്ല. നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നല്ലാതെ അതിൻ്റെ നഖമൊക്കെ ശരിക്കും അതിൻ്റെയൊക്കെ നഖമൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ വല്ല ഇൻഫെക്ഷനൊക്കെ ആയ പണിയാണ്. അവൾ പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുന്ന പൂച്ചയല്ല. കുട്ടികൾ ഇവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ അവൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നതാട്ടോ. അപ്പോൾ എല്ലാ പട്ടികളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കളിച്ച് എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അത്ര ശുശ്രൂഷിച്ച് മെഡിസിനൊക്കെ കൊടുത്ത് വളർത്തുന്ന പൂച്ചകളാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയൊക്കെ കൊടുത്ത് താലോലിക്കാനൊക്കെ പാടുള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അവൾ കറക്റ്റായിട്ട് ആ പൂച്ചേനെ എടുത്തോടണത് ഞങ്ങൾ കണ്ടു. അപ്പോൾ വീഡിയോയിൽ തന്നെ വന്നു കേട്ടോ കറക്റ്റായിട്ട്. എപ്പോൾ ചോദിച്ചാലും അവൾ പറയും പൂച്ചേനെ തൊടണില്ല എന്നൊക്കെയാണ് പറയുക. അങ്ങനെ നമ്മുടെ പശുക്കളുടെ തീറ്റയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ വലിയ സന്തോഷമാണ് നമുക്ക് ഈ സമയത്തൊക്കെ ഇങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ബാക്കിൽ വന്നിരുന്ന് പശുക്കളുടെ വിശേഷവും അവരുടെ കുറുമ്പും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ രസമാണ്. പശുക്കൾക്കുണ്ട് കേട്ടോ കുറുമ്പൊക്കെ. പുതിയ ആളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബഹളമാണ് കുറച്ച് ദിവസത്തേക്ക് എല്ലാവർക്കും. അവർക്ക് ആദ്യമൊക്കെ കൊടുക്കണ കാണുമ്പോൾ ഇവരുടെയൊക്കെ നോട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് ഭയങ്കര പരിഭവമാണ്. എന്താ വെച്ചാൽ പുതിയ ആളെ നമ്മൾ കൂടുതൽ ശുശ്രൂഷിക്കണമെന്നും പഴയ ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെടുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറും. അപ്പോൾ പൂച്ച ഭയങ്കര കമ്പനിയാണ്. പശുക്കളായിട്ട് തൊഴുത്തിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയും അവരുടെ തീറ്റയൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യണ കാണാം കേട്ടോ. പിന്നെ നമ്മൾ അന്നുള്ള നമ്മുടെ വരവ് ചിലവൊക്കെ ഒന്ന് എഴുതി വെക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ പണിത്തിരക്കിൻ്റെ ഇടയിൽ എന്തൊക്കെ ചിലവാണ് വന്നതെന്നൊന്നും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതും കൂടി കഴിഞ്ഞ് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ